Praise the Lord. Very good morning to you all. Hallelujah. God has given us a wonderful morning again. Hallelujah. We have reached the 11th of January 2024. And hallelujah. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് വലിയവ നമ്മുടെ ജീവിതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. പലരുടെയും സാക്ഷികളൊക്കെ കേട്ട് സന്തോഷിക്കാൻ സ്വർഗത്തിലെ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. എല്ലാവരിലും ഹല്ലേലൂയ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന എല്ലാ മഹത്വവും സ്വർഗത്തിലെ കർത്താവിന് നമുക്ക് കരയേറ്റാം. So I am blessing each and every one a wonderful supernatural Wednesday. Hallelujah. ഇന്നലത്തെ എന്താ പറയുക ബന്യാത്തെ സൂ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ദേവദാസനിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ലേഖനങ്ങളിലെ ആഴങ്ങളിലൂടെ എന്താ പറയുക ആഴമേറിയ ശുശ്രൂഷ അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ച എല്ലാ മഹത്വവും സ്വർഗത്തിലെ കർത്താവിന് കരയേറ്റുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരെ നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവ് അയച്ചുകൊണ്ടിരിക്കുന്നു. So I'm blessing everyone a wonderful supernatural day with God is going to do many wonders and miracles in your life. Are you expecting miracles from God? Yes, you expect great things these days. ഈ ദിവസങ്ങളിൽ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. കർത്താവ് വലിയ ചെയ്യാൻ നമുക്കായിട്ട് ഹല്ലേലൂയ ഒരുങ്ങിയിരിക്കുവാണ്. നമ്മളത് റിസീവ് ചെയ്യാൻ വിശ്വാസത്തോടെ റെഡിയാകുക. ഹല്ലേലൂയ. So first let us worship the Lord. Hallelujah. God's royal robe of salvation. നമുക്കറിയാം പ്രോഡിഗൽ സണ്ണിനെ റോബ് കൊണ്ട് കവർ ചെയ്തതൊക്കെ നമുക്കറിയാം അല്ലേ. അത് ആ മകനെ അവൻ്റെ ഐഡൻറ്റിറ്റി മാറ്റി, അവൻ്റെ വേ ഓഫ് തിങ്കിങ് മാറ്റി, അവൻ്റെ ഫീലിങ്സിനെ ഒക്കെ മാറ്റി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും God is going to clothe us with new cloth. Hallelujah. പഴയതെല്ലാം എടുത്തു മാറ്റി കർത്താവ് പുതിയ പുതപ്പ് നമ്മുടെ മേലിടാൻ പോവുക. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി മാറും. നമ്മുടെ വേ ഓഫ് തിങ്കിങ് അതാണ് ശരിക്കും നമ്മുടെ ലൈഫിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ തോട്ട് സിസ്റ്റം മാറിയാൽ തന്നെ ഉയരത്തിൽ നിന്നുള്ള തോട്ട്സിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ വി ആർ ഓൾ ഹെവൻലി സിറ്റിസൻസ് അല്ലേ. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആകെ മൊത്തം മാറും. കർത്താവിൻ്റെ പദ്ധതികളും പ്ലാനും നമ്മളെ നിറവേറും. ഹല്ലേലൂയ. ഈവൻ നമ്മുടെ ഫീലിങ്സ് പോലും നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും പല സിറ്റുവേഷൻസും പല ചലഞ്ചസും നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അതിനൊക്കെ റിയാക്ട് ചെയ്യുന്ന രീതി പോലും മാറും ദൈവമക്കളെ. Yes, God is going to change and God has given us a wonderful promise today. First, let us worship the Lord. Hallelujah. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോടിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോടിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ
സ്നേഹത്താൽ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുന്നു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഈ ലോകത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരായി അനേകരുണ്ടല്ലേ ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബക്കാരുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ സഹോദരന്മാരുണ്ട്. നമുക്ക് എത്ര പേരാണുള്ളത്? ഫ്രണ്ട്സായിട്ടുണ്ട്, നമ്മുടെ ബിലീവേഴ്സ് ഉണ്ട്, നമ്മുടെ ചർച്ചിലെ കൂട്ടുകാരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അവരെ എല്ലാ കാലം ഒരു വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് നമ്മുടെ കർത്താവ്. കർത്താവിന് ഒരിക്കലും മാറാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ വൺ ഓഫ് ദ ആട്രിബ്യൂട്ട്സ് അതാണ്. ഹി വിൽ നെവർ ചേഞ്ച്. ഹല്ലേലൂയ. ഹി ഈസ് എ ഗുഡ് ഗാഡ്. ഹല്ലേലൂയ. ഹി നോസ് ഓൺലി ടു ലവ് us. നമ്മളെ സ്നേഹിക്കാൻ മാത്രമേ നമ്മുടെ സ്വർഗത്തിലെ കർത്താവിന് അറിയത്തുള്ളൂ. ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഈ ലോകത്തിലുള്ളൊരു മനുഷ്യന് അളക്കാൻ കഴിയുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. താലാബ ശത്തറ. നമ്മുടെ ഏത് രോഗശൈലിയിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മളെ ബലപ്പെടുത്തി നമ്മളെ ശക്തീകരിച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവാണ്. കിടക്ക മാറ്റി വിരിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹാലേലൂയ. ധാരാളബ ശത്തറ. ദൈവത്തിൻ്റെ ദിവ്യ ആത്മാവിനാൽ നമ്മളെ നിറച്ചു. ഹാലേലൂയ. ഥാലാബ ശബ്ദറ റിഖാരബസന്ധര. ഈ ഭൂമിയിലെ ഓരോ നിമിഷവും നമ്മൾ നടത്തപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാത്തവരെല്ലാം ഈ പ്രഭാതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ലോർഡ് ഫിൽ മീ വിത്ത് യുവർ സ്പിരിറ്റ്. വിത്തൗട്ട് യുവർ സ്പിരിറ്റ് ഐ കാൻ ലിവ് ഇൻ ദിസ് വേൾഡ്. ഹല്ലേലൂയ. ഹാലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം കർത്താവേ. ഡാഡി, ഐ പ്രൈസ് യു. ഐ ലിഫ്റ്റ് അപ്പ് യുവർ നെയിം ജീസസ്. ഡാഡി, ഞങ്ങളുടെ രക്ഷകനും വിടുവിക്കുന്നവനുമായ ദൈവം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പാദപീഠത്തേക്ക് അണഞ്ഞു വരുന്നു. ആത്മീയ പാറയാൻ ദൈവമേ, എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാൻ ദൈവമേ, എൻ്റെ രക്ഷയുടെ പാറയാകുന്ന കർത്താവേ, ഞങ്ങളുടെ രക്ഷയുടെ പാറയാകുന്ന കർത്താവേ, ശാശ്വത പറയേ കർത്താവേ, എൻ്റെ ശൈലവും എൻ്റെ കോട്ടയുമായ ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, എൻ്റെ രക്ഷയുടെ കൊമ്പായ ദൈവമേ, രക്ഷാനായകനായ ദൈവമേ, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയുമായ ദൈവമേ, പ്രഭുവും രക്ഷിതാവുമായ ദൈവമേ, പ്രാണനെ സൃഷ്ടിച്ചു തന്ന ദൈവമേ, പ്രാണപ്രിയരായ ദൈവമേ, നമ്മുടെ ആത്മാക്കളുടെ നങ്കുരമാകുന്ന ദൈവമേ, നമ്മുടെ അതിക്രമങ്ങളെ മായ്ച്ചു കളഞ്ഞ് നമ്മുടെ പാപങ്ങളെ ഓർക്കാതിരിക്കുന്ന ദൈവമേ, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയുകയും നമ്മുടെ പാപങ്ങളെ ഒക്കെയും സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളയുകയും ചെയ്യും ദൈവമേ. എൻ്റെ സകല പാപങ്ങളെ നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞ ദൈവമേ സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുത്ത് പേർ ചൊല്ലി വിളിച്ച ദൈവമേ സ്തോത്രം. വക്രതയും കോട്ടയുമുള്ള തലമുറയുടെ നടുവിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് മുമ്പായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർക്കുകയും ചെയ്യും ദൈവമേ സ്തോത്രം. ആനന്ദ തൈലം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. റിഖാലാബ ശത്തര അധികാരഗതികസ്യ റീബരബശത്തര. കഴിഞ്ഞ രാത്രി നല്ലോണം ഉറങ്ങി ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ കർത്താവെ അങ്ങ് ശ്വാസം തന്നുകൊണ്ടായി ഈ പ്രഭാതത്തിൽ എഴുന്നേക്കാൻ കഴിഞ്ഞത്. അങ്ങ് ജീവൻ തന്നുകൊണ്ടായി പ്രഭാതത്തിൽ എഴുന്നേക്കാൻ കഴിഞ്ഞത്. അങ്ങ് കൃപ തന്നതുകൊണ്ടാണ് വചനം ധ്യാനിക്കാൻ കൃപ ചെയ്തത്. ഹല്ലേലൂയ. ദൈവത്തെ പാടി സ്തുതിപ്പാനും ആരാധിപ്പാനും എഴുന്നേറ്റ് നടപ്പാനും
അധികാരം ഹല്ലേലൂയ അധികാരകശപ്തരെല്ലാം ചെയ്യുവാൻ അപ്പാ അങ്ങാണ് അടിയനെ സഹായിച്ചത്. അടിയനെ കുടുംബത്തെയും കർത്താവെ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കൃപയുടെ കീഴിൽ ഹല്ലേലൂയ ഞങ്ങളെ കാത്തുകൊള്ളുന്നതിനാൽ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു നിമിഷം പോലും ഡാഡി വിതൗട്ട് യു വി കാൻറ്റ് take a single step, Daddy. Hallelujah. Ori barala shakara barada. Ori karaba കർത്താവ് ഇതുവരെ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിനായി, വിടുതലുകൾക്കായി, അങ്ങ് നടത്തിയ വിധങ്ങൾക്കായി ഡാഡി, എന്തെല്ലാം ഹാലയിലെ ചാലഞ്ചസിലൂടെ, എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെ, എന്തെല്ലാം ഒബ്സ്റ്റക്കിൾസിൽ എല്ലാം കടന്ന് ഈ ദിവസം 11th of January, hallelujah, ഞങ്ങൾക്ക് എൻട്രി ചെയ്യുവാൻ കഴിഞ്ഞത്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യുവർ ഗ്രേസ് and because of your abundant favor, Daddy. Hallelujah. Thank you, Jesus, for your abundant grace and favor that you are pouring upon us. Hallelujah. Ora bala shatara bare sendara la bashikaraba. കർത്താവ് അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അനേകർക്ക് കർത്താവ് വഴികളെ തുറന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. Already you have told us the very beginning of this year that you will be opening many doors for us. Hallelujah. Thank you, Jesus, for your fulfilling your promises, Daddy. Hallelujah. കർത്താവെ, ബാക്കിയുള്ളവർക്ക് കൂടി കർത്താവെ എത്രയും ഇടത് വാതിലുകളെ തുറക്കണമേ കർത്താവെ. അധല ബലാധികാല ബര ശതരബ. Oh, open doors for finance, open doors for ministry, open doors for healing. Halaba shakara. Oh, Huribi, supernatural destinations. Halaba shika. Enlarge there. Hallelujah. Rikaraba santaraba ridike sikala. There are territories, Daddy. Hallelujah. Thank you, Jesus. We give all the glory to you, Daddy. Hallelujah. ദൈവമക്കളെ, God has the power to pull us out of our sorrow and give us a great release and give us hope. Hallelujah. He has come to give us hope. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. എന്താണ് അത് പറഞ്ഞേക്കണേ? I will greatly rejoice in the Lord, and he has clothed me with the garment of salvation. Hallelujah. ഹൂഠാരലബ ശത്തരബ. ഞാനതിൻ്റെ മലയാളം വാക്യം കൂടി പറയാം. ഹല്ലേലൂയ. യെശയ്യാ 61:10 പറയുന്നു, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഹല്ലേലൂയ. നമുക്ക് ഘോഷിച്ചുല്ലസിക്കാൻ, നമുക്ക് ആനന്ദിക്കാൻ ഒരിടമല്ലേ ഉള്ളൂ ദൈവമക്കളെ, അത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ്. ഹല്ലേലൂയ. ധരബ ശത്തര. അതുപോലെ കർത്താവ് നമ്മളെ റിജോയ്സ് ചെയ്യാൻ പോവുക. ഗോഡ് ഈസ് ഗോയിങ് ടു എന്താ പറയുക, പഴയ നമ്മുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ഓൾ ഗാർമെൻറ്റ്സ് എല്ലാം മാറ്റി നമ്മളെ പുതിയ വസ്ത്രം ധരിപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. നമ്മളിന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു പുതിയൊരു ഡ്രസ്സ് നമ്മൾ വാങ്ങി. ഹല്ലേലൂയ. അതിനൊരു പ്രത്യേക മണം ഉണ്ടാവില്ലേ? ഹല്ലേലൂയ. എല്ലാവരും പുതിയ ഡ്രസ്സ് ഇടുന്നവരാണ് ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും അല്ലേ? ഒരു പുതിയ ചുരിദാർ അല്ലെങ്കിൽ ഒരു പുതിയ സാരി നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ അത് എടുത്ത് എന്താ പറയുക, ഒന്ന് മണത്ത് നോക്കും. എനിക്കതിൻ്റെ മണം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിലൊന്നും കാര്യമില്ല, അതിൻ്റെ ഭംഗി ആദ്യം നമ്മൾ നോക്കണം. അതിൻ്റെ ഭംഗിയായിരിക്കും, അതിൻ്റെ ടെക്സ്ചറായിരിക്കും, അതിൻ്റെ മണമായിരിക്കും അല്ലേ? അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ അതിനകത്ത്? ഹല്ലേലൂയ. തറാലബ ഷന്തരാബ. ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ പുതിയൊരു ഡ്രസ്സ് ഇട്ട് നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നമുക്കെന്തോ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണല്ലേ? ഹല്ലേലൂയ. നമ്മളെന്തോ ഒരു പുതിയ കാര്യം, അന്ന് എന്തോ ഒരു ഫ്രഷ്നെസ് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ആ ദിവസം നമ്മൾ നോക്കി നമുക്കെന്തോ ഒരു ഫ്രഷ്നെസ് തോന്നാറില്ലേ? ഹല്ലേലൂയ. നമ്മളെന്തോ ഒരു എന്താ പറയുക, ഒരു പുതിയ ആളായതുപോലെ നമുക്ക് തോന്നാറുണ്ട്. നമ്മളെ കാണുന്നവരും ചോദിക്കും, എന്താ ഭംഗി, എന്ത് നല്ല ഭംഗി, നല്ല ഡ്രസ്സാണല്ലോ, നല്ലതായിട്ട് സ്യൂട്ടാകുന്നുണ്ടല്ലോ അല്ലേ? പലരും പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് പറയും അല്ലേ? ഹല്ലേലൂയ. അതുപോലെ കർത്താവ് പറയുക, ഐ എം ഗോഡ് ടു ചേഞ്ച് യുവർ ക്ലോത്ത്സ്. നിങ്ങളുടെ ക്ലോത്ത്സ് ഞാൻ മാറ്റാൻ പോവുക. നമ്മുടെ ഐഡൻറ്റിറ്റി മാറും, നമ്മുടെ തോട്ട്സ് മാറും, നമ്മുടെ ഫീലിങ്സ് മാറും. ഹല്ലേലൂയ. ഉറബശന്തര. നമ്മുടെ പഴയ ക്ലോത്ത്സ് ചിലപ്പോൾ നമ്മളെ പഴയ വേദനകൾ, പഴയ നമ്മൾ ഏറ്റ മുറിവുകൾ, എന്താ പറയുക, പഴയ നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തത്,
അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നാൽ കർത്താവിൽ നിന്ന് നമുക്ക് പുതിയതൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. നമ്മുടെ മൈൻഡ് എപ്പോഴും കർത്താവിൻ്റെ സന്നദ്ധിയിൽ വരുമ്പോൾ ഫ്രഷ് ആയിരിക്കണം. എന്നെ ഉൾപ്പെട്ടാണ് പറയുന്നത്, ഞാനും ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരാളാണ്. പഴയതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒരാളാണ്. ഹല്ലേലൂയ, സത്യമായിട്ട് ഞാൻ പറയുക, ഹല്ലേലൂയ. പക്ഷേ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് എന്നെ ഉൾപ്പെടെ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, പഴയ തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റണം. എങ്കിൽ മാത്രമേ നിങ്ങളാകുന്ന തുരുത്തിയിൽ എനിക്ക് പുതിയ അഭിഷേകം പകരാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം പാരബിൾ അല്ലേ, എന്താ പറയുക, മുടിയൻ പുത്രൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. അത് നമ്മളെവിടെയാണ് വായിക്കുന്നത്? ലൂക്കോസ് വിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പ് ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്ത് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്ന് തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ച് അവനെ തൻ്റെ വയലിലെ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകനെന്ന് പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റു അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ. നാം തിന്ന് ആനന്ദിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഹാലേലൂയ. ധാരാലാബ ശന്തര ഓറി ഖാരാബ സന്തര. എൻ്റെ ഇംഗ്ലീഷ് ഞാൻ വായിക്കാൻ. A certain man had 2 sons, and the younger of them said to his father, Father, give me the portion of goods that fall to me. And he divided unto them his living. And not many days after, the younger son gathered all together and took his journey into a far country, and there wasted his substance with riotous living. And when he had spent all, there arose a mighty famine in that land, and he began to be in want. And he went and joined himself to a citizen of that country, and he sent him into his fields to feed swine. And he would fain have filled his belly with the husk that the swine did eat, and no man gave unto him. And when he came to himself, he said, How many hired servants of my father's have bread enough and to spare, and I perish with hunger. I will rise and go to my father, hallelujah, and I will say unto him, Father, I have sinned against heaven and before thee, and am no more worthy to be called thy son. Make me as one of thy hired servants. And he arose and came to his father. But when he has at a great way off, his father saw him and had compassion and ran and fell on his neck and kissed him. And the son said to him, Hallelujah, Father, I have sinned against heaven and in thy sight. I am no more worthy to be called thy son. But the father said to his friends, Bring forth the best robe and put it on him, and put a ring on his hand and shoes on his feet, and bring hither the fat calf and kill it, and let us eat and be merry. For this is my son was dead and is alive again, and he was lost and is found, and they began to be merry. Hallelujah. ദൈവമക്കളെ, holy God, hallelujah. ദൈവത്തിൻ്റെ സ്നേഹം നോക്കിക്കേ. See the love of God. Hallelujah. എത്രയോ പ്രതികൂലങ്ങളുടെ നടുവിൽ, എത്രയോ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ട്, വചനം വായിക്കാതിരുന്നിട്ടുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ എപ്പോഴൊക്കെയോ ദൂരെ ആയിട്ടുണ്ട്. many times in our struggles, in our bad times, we were away from God. We didn't pray to God. We didn't sit at the feet of the Lord. We didn't read the Bible. We didn't talk to Lord. Hallelujah.
this parable you see, Jesus spoke about a young boy who left his father to seek pleasure in the world. അപ്പൻ്റെ സ്നേഹം വിട്ട് നമ്മൾ എപ്പോഴൊക്കെ ലോകത്തിലേക്ക് പോകുന്നു, ഈ പ്രോഡിഗൽ സണിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ സിറ്റുവേഷനും. ഹാലിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുവാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണവും പ്രസാദമുള്ളത് എന്തെന്നറിഞ്ഞ് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. ഹല്ലേലൂയ. ആസ് എ റിസൾട്ട് ഹി എൻഡഡ് അപ്പ് ഇൻ എ പിഗ്സ്റ്റി where he lost all his possessions and money. എന്തെല്ലാം അപ്പനിൽ നിന്ന് അകന്നു പോയിട്ട് എന്തെല്ലാം അവൻ സമ്പാദിച്ചു അതെല്ലാം നഷ്ടമായി പോയി. ഹല്ലേലൂയ. ആൻഡ് അറ്റ് ഹിസ് ലോവസ്റ്റ് പോയിന്റ് എല്ലാം നഷ്ടമായി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ സുബോധം വന്നത്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ കർത്താവിൽ നിന്ന് അകന്ന് നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ലോജിക്കിലൊക്കെ തിങ്ക് ചെയ്ത് പല കാര്യങ്ങൾ സ്വയമേ ചെയ്ത്, ഹല്ലേലൂയ, മെനി ടൈംസ് we think about ourselves, we take decisions in many of our problems, we take decision and we move forward. Hallelujah. We will never ask God, we will be far away from God, and when everything is lost we will come to God. Our lowest point, hallelujah. This prodigal son, he decided to return to his father and asked to be taken back as a servant. He's asking just, Father, hallelujah, take me as your servant. Hallelujah. Because he knew that even the servants are, hallelujah, honored in that father's house. Hallelujah. They're getting good food. Hallelujah. And is asking, is humbling to God, his father, that, Father, take me as your servant. Hallelujah. To take off the dirty clothes from his son, and he put new clothes in him, and he including a royal robe that was fitting for a son of his house. Hallelujah. Our robe ittapol, hallelujah, he was totally changed. That changed the son's identity completely. Hallelujah. Allowing him to represent his father with these royal clothes. So today God is offering you a new garment of salvation. നമ്മളത് പുതിയ ഒരു ഗാർമെൻ്റ് ഓഫ് സാൽവേഷൻ നമ്മളെ കർത്താവ് ഉടുപ്പിക്കുകയാണ്. വെൻ യു വെയർ ഇറ്റ്, നമ്മളത് ഉടുക്കുമ്പോൾ, വെൻ യു വെയർ ഇറ്റ് യു വിൽ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ജോയ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള സന്തോഷം നമ്മൾ പ്രാപിക്കും. ഇന്നത്തെ വാഗ്ദത്തം എന്താ നമ്മൾ വായിച്ചത്? ഹല്ലേലൂയ. I will greatly rejoice. സാധാരണ റിജോയ്സ് അല്ല, I'll greatly rejoice in the Lord, for he has clothed me with the garment of salvation. Hallelujah. So God is offering you a new garment of salvation. When you wear it, you will experience complete joy in the Lord. He will personally clothe you with his salvation, and it will be yours forever. So ആ ഗാർമെൻ്റ് റിസീവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ ദൈവമക്കളെ? ആർ യു വില്ലിംഗ് ടു റിസീവ് ഇറ്റ്? നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, താങ്ക് യു ജീസസ് ഫോർ ക്ലോത്തിങ് അസ് വിത്ത് യുവർ ഗാർമെൻ്റ് ഓഫ് സാൽവേഷൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Daddy, as a result, all our sins, sorrows and curses are disappearing, and you are going to change our identity. For that we praise you, Daddy. Hallelujah. Oh, Rikaralaba. Thank you, Jesus, for transforming our lives, Daddy. Hallelujah. We are grateful for this new beginning and joy that you have put on our heart. Hallelujah. We receive that royal garment with thanksgiving, Daddy. Hallelujah. കർത്താവെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഡാഡി. ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേൾക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, വി ആർ സറണ്ടറിങ് അൺ ടു ജീസസ്, അൺ ടു ഹോളി സ്പിരിറ്റ്, ഡാഡി. ടേക്ക് കൺട്രോൾ ഓഫ് അവർ ലൈഫ്, ഡാഡി. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ കൺട്രോൾ ചെയ്താൽ മതി ഡാഡി. അങ്ങ് ഞങ്ങളെ നടത്തിയാൽ മതി കർത്താവേ. അപ്പൻ്റെ പാദത്തിൽ ഞങ്ങൾക്ക് എങ്ങും പോകേണ്ട കർത്താവേ. അത്തലാപരാധികാൽ നിത്യജീവൻ്റെ മൊഴികൾ അങ്ങയുടെ കരങ്ങളിലാണ് ഉള്ളത് ഡാഡി. ഹോറബി ഷേഖാരാബ. വി നീഡ് യുവർ ലീഡിങ്, വി നീഡ് യുവർ ഗൈഡൻസ് ഡാഡി. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് കടന്നു പോകുന്നു അവിടെയെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ. വി കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇൻ യു ഡാഡി. വി ഗ്രേറ്റ്ലി റിജോയ്സ് ഇൻ യു ഡാഡി. ഹത്തലാ ബലാധികാരക സന്ദര.
പ്രേയിങ് ഫോർ ഓൾ ദ പാസ്റ്റേഴ്സ്, അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ്, സഭയാ കുടുംബങ്ങളെ, ഡീക്കൻ, സൂം മീറ്റിംഗ്സിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, സൂം മീറ്റിംഗ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തുള്ള എല്ലാ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കുന്നു. ഡാരി അതല ബല ഷീഖാലം പ്രേയിങ് ഫോർ ഇസ്രയേൽ സമാധാനമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉണർവ് നടന്നുകൊണ്ടിരിക്കുവാണല്ലോ. ഇസ്രയേൽ ജനരക്ഷയിലേക്ക് വരട്ടെ. ഹാലയിൽ നോർത്ത് ഇന്ത്യയുടെ വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതല ബരാസികാരകശന്തര ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ആത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്നവരാക്കി കർത്താവ് മാറ്റിയെടുത്താട്ടെ. അവിടെ സ്റ്റഡീസ്, അവിടെ ജോലിയൊക്കെ കർത്താവ് ബ്ലെസ് ചെയ്താട്ടെ. ഹാലലൂയ. ഓ റീബാലാബ ശക്തര. കർത്താവെ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഹാലലൂയ വന്നിട്ടുണ്ടല്ലോ. പ്രാർത്ഥനകൾക്കെല്ലാം കർത്താവെ മറുപടി അയക്കണമേ. സെയിൽ ഡേറ്റ് കളഞ്ഞുപോയ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിഷയത്തെ പ്രവർത്തിക്കണം, അത്ഭുതം ചെയ്യണം. സിസ്റ്റിനെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഓ ഗ്ലോറി ടു ഡാരി. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹാലലൂയ ഇന്ത്യയുടെ പുറത്തുള്ള ആൻറ്റിയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ആൻറ്റി വളരെ പ്രതികൂലത്തിലൂടെ, പ്രയാസത്തിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്നു. അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യത്തിൻ്റെ ശക്തി ആൻറ്റിയുടെ മേൽ വ്യാപരിക്കട്ടെ. ഹാലലൂയ. ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കണേ കർത്താവേ. കിഡ്നി രോഗികളെ സൗഖ്യമാക്കണേ കർത്താവേ. അതല ബരാധികാരഗതികസ്യാരീബലപരവശന്തര. കർത്താവ്, എല്ലാ മിഷണറീസ്, എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിലിറ്റൻസിനായി പ്രാർത്ഥിക്കുന്നു. ഓൾ ദ മിനിസ്റ്റേഴ്സ്, ഓൾ ദ നേഷൻസ്, ഓൾ ദ പീപ്പിൾ ഹു ആർ ഔട്ട്സൈഡ് ഇന്ത്യ, ഓൾ ഫെലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരുണ്ട്. കർത്താവ് എല്ലാവരെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മേക്ക് ദിസ് ഡേ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ വിത്ത് മെനി മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ്. കർത്താവ്, ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങൾക്കായി എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ തിരക്താൽ കവർ ചെയ്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സകല പ്രാർത്ഥനയെ ആചരിപ്പിക്കായ സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധനാമം തന്നെ. ആമേൻ, ആമേൻ. So we'll see you tomorrow with another blessing message. May God bless you all. If you got any prayer requests, you can call me or text me at my number 81388 14577. May God bless you. Bye bye.